എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടന്നാലോ? അതിനായി നമുക്ക് ആദ്യം ഒരു പാൻ വയ്ക്കാം. ഞാനിവിടെ കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട്. ഓയിൽ ഓർ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. കടുകൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് 4 പച്ചമുളക് കീറിയത് ചേർക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ട് വഴറ്റിയാൽ മതി. അധികം നേരമൊന്നും വഴറ്റൊന്നും വേണ്ട. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വലിയ 2 സവാള മീഡിയം സൈസിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇനി സവാള വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി സാദാ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതും നന്നായി ചേർത്ത് ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. അറ്റ് ലാസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം, അതുവരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായി സെറ്റായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുഞ്ഞ് 2 തക്കാളി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞാൽ തക്കാളി നമുക്ക് വേഗം തന്നെ വാടി കിട്ടും. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ മസാലയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ ചിക്കൻ ഒരു വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം. ചിക്കൻ നന്നായിട്ട് മസാല ഒക്കെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇത് സെറ്റ് ആയതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഈ സമയത്ത് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത്. ചിക്കനിൽ മസാല പിടിക്കാൻ വൈകിപ്പോകും. ഇനി ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനിയൊരു 10-20 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് ഒരു 10 മിനിറ്റും കൂടി ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ട് മൂടി വെച്ച് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഇത്രയും ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നാലോ? ഇനി ആദ്യം നമുക്കൊരു വാഴയില എടുക്കാം. വാട്ടിയ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി സാധാ ഇല നടുക്ക് വയ്ക്കുക. ഇനി നമുക്ക് പൊറോട്ട സെറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കറിയേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള കറി ഇവിടെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ്, സവോള വട്ടത്തിൽ അരിഞ്ഞത്, മുട്ട ഹാഫ് പീസൊക്കെ വെക്കാവുന്നതാണ്. കുറച്ച് കാഷ്യും ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കെട്ടി വയ്ക്കാം. ഞാനിവിടെ 2 കിഴി പൊറോട്ടയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. കുറച്ച് കുഴിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓയിൽ എല്ലാവിടെയും സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്ക് കിഴി വെച്ച് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. ഇടയ്ക്ക് ചേഞ്ച് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഞാനിവിടെ 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും എടുത്തു. കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തു. അപ്പോൾ നമുക്ക് കിഴി തുറന്ന് നോക്കിയാലോ?
ഇവിടെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ടൈമും കൂടി വെച്ചെടുക്കുകയാണെങ്കിൽ, കുറച്ചും കൂടി ഗ്രേവി ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. ഓ സൂപ്പർ ഫ്രണ്ട്സ്, നല്ല കാണാനും നല്ല രസമുണ്ട്. മണമാണെങ്കിൽ നല്ല അടിപൊളി മണമാണ്. വാഴയിലേൻ്റെ മുരിഞ്ഞ മണം, ചിക്കൻ കറീൻ്റെ മണം സൂപ്പറായിട്ടുണ്ട്. ആവി പറക്കണ ചിക്കൻ കിഴിപ്പൊറോട്ടയാണ് ഇത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.